വള്ളലാർ ശ്രീരാമലിംഗസ്വാമികളുടെ അരുൾപ്പെരും ജ്യോതിയിലെ അടുത്ത ഒരു അകവലിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. ഏകം അനേകം എനപ്പകർ വെളിയനും ആഗമചിത്സഭൈ അരുൾപ്പെരും ജ്യോതി. ഒന്നായ ഭഗവാനും അനേകങ്ങളായ ഭഗവാനും ഇപ്പറയുന്ന പറയപ്പെടുന്നതും പറയപ്പെടാത്തതുമായ ശുദ്ധപ്രകാശത്തിൻ്റെ പകലാകുന്ന ചിദാകാശത്തിൽ വിളങ്ങുന്ന ആഗമങ്ങളുടെ ചിത്സഭയിലെ അരുൾപ്പെരും ജ്യോതിയാണെൻ്റെ ദേവൻ. അപ്പോൾ ചിത്സഭയിലെ അരുൾപ്പെരും ജ്യോതി എങ്ങനെയുള്ള ചിത്സഭ? ആഗമങ്ങളുടെ ചിത്സഭയാണ്. 28 ആഗമങ്ങളുടെയും സാരസത്തയായ ചിത്സഭയിൽ വിളങ്ങുന്ന അരുൾപ്പെരും ജ്യോതി. അതെങ്ങനെയാണ് വിളങ്ങുന്നത് ഈ അരുൾപ്പെരും ജ്യോതി? ഒന്നായിട്ടും അനേകമായിട്ടും വിളങ്ങുന്നു. ഒന്ന് പലതായി, ഒരേ ജ്യോതി തന്നെ പല പല ജ്യോതികളായി വിളങ്ങുന്നു. പല പല ശിവ രൂപങ്ങളായി, ശിവജ്യോതികളായി വിളങ്ങുന്നു. പകൽ വെളിയിലാണിത് സംഭവിക്കുന്നത്. പകൽ എന്ന് വെച്ചാൽ പ്രകാശമാനമായ പ്രഭാതം. പ്രകാശമാനമായ പകലിലാണ് ഈ അരുൾപ്പെരും ജ്യോതി ഒന്നായും പലതായും ആഗമങ്ങളുടെ ചിത്സഭയിൽ വികസിച്ച് വിടർന്ന് പരിലസിക്കുന്നത്. അപ്പോൾ ചിത്സഭയാകുന്ന ആഗമങ്ങളിൽ വിലസുന്ന ഒന്നും അതേപോലെ പലതുമായ ശിവജ്യോതികളെല്ലാം ചേർന്നതാണ് അരുൾപ്പെരും ജ്യോതി. അതായത് അനേകമനേകം ശിവസങ്കല്പങ്ങളുണ്ട്, അനേകമനേകം ഈശ്വരസങ്കല്പങ്ങളുണ്ട്, അനേകമനേകം ദേവതാ സങ്കല്പങ്ങളുണ്ട്. വിഭിന്ന സമയത്തിൽ വിഭിന്ന മതങ്ങളിൽ എല്ലായിടത്തും അനേകമനേകം ഈശ്വരന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഏകമാണ്, ഏകശിവനാണ്. ഈ ഏകശിവനാണ് അനേകായിരം ശിവന്മാരായി, അനേകായിരം ഈശ്വരന്മാരായി, അനേകായിരം ദേവന്മാരായി, അനേകായിരം പല പല ഉന്നത അവതാരങ്ങളായി ഈ പ്രപഞ്ചങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ എല്ലാ മതങ്ങളുടെയും എല്ലാ സമയങ്ങളുടെയും എല്ലാ ജാതികളുടെയും എല്ലാ ദർശനങ്ങളുടെയും എല്ലാ ആഗമങ്ങളുടെയും എല്ലാം തന്നെ ചിത്സഭയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഏകമായ പ്രകാശമാണ് ഈ അരുൾപ്പെരും ജ്യോതി. ഈ ഏകപ്രകാശം തന്നെ പല പല ശിവജ്യോതികളായി പല പല സമയങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന കാഴ്ച നാം കാണുന്നു. വിവിധ രാജ്യങ്ങളിൽ, വിവിധ മതങ്ങളിൽ, വിവിധ ദർശനങ്ങളിൽ, വിവിധ തത്വസംഹിതകളിൽ ഓരോന്നിലും ഓരോ ശിവജ്യോതിയായി വ്യത്യസ്തമായ ശിവജ്യോതികളായി പ്രകാശിച്ചു നിൽക്കുന്നു. ഇതെല്ലാം ഏകജ്യോതിയാണ്. ആഗമങ്ങളുടെ ചിത്സഭയിൽ വികസിച്ച് വിടർന്ന് പ്രകാശിച്ചു നിൽക്കുന്ന പകൽ സൂര്യനാണ് ഈ അരുൾപ്പെരും ജ്യോതി എന്ന് പറയുന്നത്. ഏകമനേകമാണ്. ഏകമായി തോന്നുന്ന ഈ ശിവസങ്കല്പം അനേകമനേകം ശിവസങ്കല്പങ്ങളായി വിടർന്നു നിൽക്കുന്നു. അതായത് ഒരേ ശിവൻ തന്നെ പല പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇതാണ് രാമകൃഷ്ണ പരമഹംസർ പറയുന്നത്. കയ്യിലെടുക്കുന്ന
ഉരുകുടുന്ന വെള്ളത്തെ നമ്മൾ മലയാളത്തിൽ വെള്ളം എന്ന് വിളിക്കുന്നു. അതേസമയം പാനി എന്ന് ഹിന്ദിക്കാർ വിളിക്കുന്നു, തണ്ണീരെന്ന് തമിഴർ വിളിക്കുന്നു. അങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ജലം സത്യത്തിൽ ഒന്ന് തന്നെയാണ്, ഏകമാണ് എന്നാണ് പറയുന്നത്. ഇത് തിരുവാചകത്തിൽ മാണിക്യവാചകർ പറയുന്നുണ്ട്. ഏകം അനേകമാകുമെന്നാണ് തിരുവാചകത്തിൽ മാണിക്യവാചകർ പറയുന്നത്. നമുക്ക് ആ മാണിക്യവാചകരുടെ തിരുവാചകത്തിൽ 2 വരി മാത്രം നോക്കാം. ഏകനെന്നിരുന്നാലും ലോകർ ഇച്ഛിക്കും പോലെ അനേകമായി പിരിഞ്ഞു നിൽക്കുന്നു എൻ്റെ പാദം വാഴുക. സത്യത്തിൽ ഏകനാണ് ഈ അരുൾപ്പെരും ജ്യോതി. അത് ലോകരുടെ ആഗ്രഹപ്രകാരം ജനങ്ങളുടെ പല വിധത്തിലുള്ള പല വിഭാഗം ജനങ്ങളുടെ എല്ലാം തന്നെ ഗുരുവായി ഈശ്വരനായി പിരിഞ്ഞു നിൽക്കുന്നവനാണ് ശിവൻ. അപ്പോൾ പല പല പേരുകളിൽ പല പല മതവിഭാഗങ്ങളിൽ പല പല സമയങ്ങളിൽ പല പല ദേശങ്ങളിൽ വിരാജിച്ച് നിൽക്കുന്ന ഈ അരുൾപ്പെരും ജ്യോതി സത്യത്തിൽ ഒന്ന് തന്നെയാണ്. അങ്ങനെയുള്ള ആ പരഞ്ജ്യോതിയുടെ പാദം വാഴുക എന്നാണ് തിരുവാചകത്തിൽ മാണിക്യവാചകർ പറയുന്നത്. ഇത് തന്നെ തിരുമൂലർ തിരുമന്ത്രത്തിലും പറയുന്നുണ്ട്. ഈ ഏകൻ അവൻ ഒണ്ടേൻ അവൻ എന്ന് പറയുന്നു. 2 അവനാണ്, 3 അവനാണ്, 4 അവനാണ്, 5 അവനാണ്, 6 അവനാണ്, 7 അവനാണ്, 8 അവനാണ് എന്നിങ്ങനെ തിരുമന്ത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശിവൻ്റെ പല പല ഭാവങ്ങളെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏകൻ അനേകനായിത്തീരുന്ന കാഴ്ച, അനേകൻ ഏകനായി ഒന്നിൽ തന്നെ ഏകബ്രഹ്മമായി സ്ഥിതി ചെയ്യുന്ന കാഴ്ച, ഇതാണ് നാം ശിവസങ്കല്പത്തിൽ ശൈവദർശനത്തിൽ കാണുന്ന ആ ഏകശിവൻ്റെ സങ്കല്പം. ശിവസങ്കല്പത്തിൽ 19 അവതാരങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ശിവന് 19 അവതാരങ്ങളുണ്ടെന്ന് പറയുന്നു. അതേപോലെ തന്നെ 1000 ഭാവങ്ങളാണ് ശിവനുള്ളത്. ശിവസഹസ്രനാമത്തിൽ ശിവൻ്റെ ഈ 1000 ഭാവങ്ങളെ ചിത്രീകരിക്കുന്നത് മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ മറ്റു പല പുരാണങ്ങളിലും ശിവൻ്റെ 100 ഭാവങ്ങളെ ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാവങ്ങളെക്കുറിച്ച് മാത്രം നമുക്ക് നോക്കിക്കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഭൈരവനാണ്. അതായത് സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും നായകനാണ് ഭൈരവൻ. ഭൈരവൻ്റെ സ്ത്രീ സങ്കല്പമാണ് ഭൈരവി. ഭൈരവ പൂജയും ഭൈരവി പൂജയും എല്ലാം തന്നെ ശാക്തേയ സമ്പ്രദായത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭൈരവൻ്റെ നിത്യസഹചാരിയായിട്ട് കാണുന്നത് ഒരു നായയാണ്. ആത്മീയ സാഹിത്യത്തിൽ നായയ്ക്ക് വളരെ വലിയ സ്ഥാനമാണുള്ളത്. മഹാപ്രസ്ഥാനത്തിൽ ധർമ്മപുത്രൻ്റെ കൂടെ പോയത് ഒരു നായയാണ് എന്നോർക്കുക. അപ്പോൾ ഭൈരവ സങ്കല്പത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് നായ. അനേകം ഭൈരവന്മാരുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൈരവൻ കാലഭൈരവനാണ്. കാലഭൈരവൻ്റെ മന്ത്രം ഓം ശ്രീ കാലഭൈരവായ നമഃ. കാലഭൈരവൻ്റെ യന്ത്രവും നമുക്കിന്ന് സാധനയ്ക്കായിട്ട് കിട്ടാറുണ്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. കാലഭൈരവൻ എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെയും സ്പേസിൻ്റെയും അതിനായകനാണ്. സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും പ്രതിപുരുഷനാണ് ഭൈരവൻ, കാലഭൈരവൻ. പ്രത്യേകിച്ചും കാലഭൈരവൻ്റെ പൂജയിലൂടെ ഒരാൾക്ക് കാലത്തെയും സമയത്തെയും അതേപോലെ സ്ഥലത്തെയും
അധിഗമിക്കാൻ കഴിയും. കാലഭൈരവൻ പ്രസാദിച്ചാൽ പിന്നെ കാലമില്ല, പിന്നെ സ്ഥലമില്ല, സ്പേസും ഇല്ല. അതൊരു സിദ്ധിവിശേഷം കൂടിയാണ്. കാലത്തിനപ്പുറത്തേക്ക് കിടക്കാൻ കഴിയും, അതേപോലെ തന്നെ സ്ഥലകാലങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് ഈ സാധകന് കിടക്കാൻ കഴിയും. അതാണ് ഭൈരവ പൂജയുടെ മറ്റൊരു പ്രാധാന്യം. അപ്പോൾ ഭൈരവ പൂജ ചെയ്യുന്ന, ഭൈരവസിദ്ധി നേടിയ ഒരുത്തന് പിന്നെ കാലത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റും, കാലമില്ലാത്ത കാലത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. അതാണ് വള്ളലാർ ഭഗവാൻ പറയുന്ന ആ മരണമില്ലാ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. മരണമില്ലാത്ത ശരീരം, അതായത് പ്രണവശരീരം പിന്നെ മരണമില്ലാത്ത ജ്യോതി ശരീരമായി മാറുന്ന ഒരു ടെക്നിക്കുണ്ട്. പ്രണവശരീരം എങ്ങനെ ജ്യോതി ശരീരമായി മാറുന്നു, ജ്യോതി ശരീരമായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ശരീരത്തിന് കാലവും സ്ഥലവും ഇല്ല, സ്പേസും ടൈമും അതിക്രമിച്ച് ആ സിദ്ധന് ജീവിക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു സാധകന് പലപ്പോഴും മറ്റ് പല സ്ഥലങ്ങളിലും അതേ സമയം തന്നെ പ്രത്യക്ഷപ്പെടാൻ കഴിയും. ഇത് ഈ ആധുനിക കാലത്ത് ജീവിച്ചിരുന്ന ചില മഹാന്മാരുടെ ജീവിത ചരിത്രം പരിശോധിക്കുമ്പോഴും അറിയാൻ പറ്റും. എന്നെ ഒരു അധ്യാപകൻ, ഒരു സംസ്കൃത അധ്യാപകൻ പഠിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പഴമ്പള്ളി അച്യുതൻ ശാസ്ത്രി എന്നാണ്. അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനായിരുന്നു. ശ്രീനാരായണ ഗുരുദേവനോടൊത്ത് തന്നെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനെ ശ്രീനാരായണ ഗുരു മൂത്തകുന്നത്ത് പ്രതിഷ്ഠ നടത്തുമ്പോൾ, ഒരു ദേവാലയ പ്രതിഷ്ഠ നടത്തുമ്പോൾ ശങ്കരനാരായണൻ എന്ന ആ ദേവനെ പ്രതിഷ്ഠിക്കുമ്പോൾ അതേ സമയം തന്നെ ചെറായിയിലും ശ്രീനാരായണ ഗുരു എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അവിടെയും കണ്ടു ഭക്തന്മാരെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇത് എന്നോട് പറഞ്ഞത് പഴമ്പള്ളി അച്യുത ശാസ്ത്രി സാർ നേരിട്ടാണ്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ചെറായിയിൽ വെച്ച് ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു എന്നാണ് പറയുന്നത്. പഴമ്പള്ളി അച്യുത ശാസ്ത്രി സാർ പറയുന്നത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ഒരേ സമയം ശ്രീനാരായണ ഗുരുവിനെ മൂത്തകുന്നം എന്ന സ്ഥലത്ത് ശങ്കരനാരായണ പ്രതിഷ്ഠ നടത്തുന്ന സമയത്തും അതേസമയം തന്നെ ചെറായിയിൽ മറ്റൊരു സ്ഥലത്തും ശ്രീനാരായണ ഗുരുവിനെ കണ്ടു എന്നാണ് പറയുന്നത്. ഇത് യുക്തിവാദിയായ പഴമ്പള്ളി അച്യുത ശാസ്ത്രി സാറാണെന്ന് കൂടി ഓർക്കണം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഗോപി, എനിക്ക് ഇതിനൊന്നും യുക്തിവാദത്തിൻ്റെ അളവുകോൽ വെച്ച് അളക്കാൻ കഴിയില്ല. ഇത് സത്യമാണ്. എൻ്റെ സുഹൃത്ത് നേരിട്ട്, എൻ്റെ ആത്മസുഹൃത്ത് നേരിട്ട് പറഞ്ഞതാണിത്, ചെറായിയിൽ കണ്ടു എന്ന്. മൂത്തകുന്നത്തിനുള്ളപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ഇതാണ് ഭൈരവ പൂജയുടെയൊക്കെ സിദ്ധന്മാരുടെ പല അനുഗ്രഹവിശേഷങ്ങളും. അപ്പോൾ സൃഷ്ടിയും സ്ഥിതിയും നടത്തുന്ന ഭൈരവൻ, കാലഭൈരവൻ, കാലത്തെയും അതായത് ടൈമിനെയും സ്പേസിനെയും അതിഗമിക്കുന്ന കാലഭൈരവൻ. പിന്നെ ശിവൻ്റെ മറ്റൊരു രൂപമുണ്ട്, രുദ്രൻ എന്ന സങ്കല്പം. നമുക്ക് സുപരിചിതമാണ്. നമ്മൾ ഇതിനു മുമ്പ് പല എപ്പിസോഡുകളിലും രുദ്രചമകം എന്ന ദിവ്യമായ ആ രുദ്രമന്ത്രം നാം കണ്ടിട്ടുള്ളതാണ്. രുദ്രൻ സംഹാരത്തിൻ്റെ പ്രതീകമാണ്. 11 രുദ്രന്മാരുണ്ട്. അതിലെ കപാലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രുദ്രന്മാരിലൊരാൾ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ശിവസങ്കല്പമുണ്ട്, ദക്ഷിണാമൂർത്തി സങ്കല്പം. ദക്ഷിണാമൂർത്തി സങ്കല്പം അറിവിൻ്റെ സങ്കല്പമാണ്. നിതാന്തമായ മൗന സാധനയുടെ പ്രതീകമാണ് ദക്ഷിണാമൂർത്തി. മൗനം, നിതാന്തമായ മൗനം എപ്പോഴും നമ്മളെ ഈശ്വരനിലേക്ക്, ശിവനിലേക്ക് നയിക്കുന്നു. സാക്ഷാൽ അറിവ് തന്നെയാണ് ഇവിടെ ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തിയുടെ മൂലമന്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയശ്ച സ്വാഹ. ഈ മൂലമന്ത്രം ജപിച്ചിട്ട് തന്നെ പലരും പ്രജ്ഞയുടെ ഏറ്റവും ഉന്നതമായ തലങ്ങളിൽ, അതായത് അറിവിൻ്റെ മഹാലോകത്തിലേക്ക് പ്രവേശിച്ചതായിട്ട് നമുക്ക് തന്നെ അറിയാൻ കഴിയും.
ഇതാണ് ദക്ഷിണാമൂർത്തി സങ്കല്പം. പിന്നെ പശുപതി സങ്കല്പമുണ്ട്. ആദിമ ശിവസങ്കല്പം പശുപതിയുടേതാണ്. മോഹൻജദാരോയിലും ഹാരപ്പായയിലും ഖനനം ചെയ്തപ്പോൾ ഒരുപാട് പശുപതി രൂപങ്ങൾ കിട്ടിയെന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. പശുപതി രൂപം കിട്ടിയതായിട്ട് പറയുന്നു. ഈ പശുപതി സങ്കല്പം ഹാരപ്പ മോഹൻജദാരോ സംസ്കാര കാലഘട്ടത്തിൽ തന്നെ ദ്രാവിഡ ദേശത്തെ വലിയ ശൈവ ദർശനത്തിൻ്റെ കാതലാണ്. നമ്മൾ ശൈവ സിദ്ധാന്തം പഠിച്ചപ്പോൾ കാണുകയുണ്ടായി. പശു പാശം പതി, അതാണ് പശുപതി. പിന്നെ സൂക്ഷ്മ ശിവലിംഗമുണ്ട്. അതായത് സൂക്ഷ്മമായ രൂപത്തിൽ കൽപ്പിക്കുന്ന ശിവലിംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ശിവലിംഗം അതിന് ആദി മധ്യ അന്തഭാഗങ്ങളുണ്ട്. ഈ ജ്യോതിർലിംഗത്തിൻ്റെ അടിമുടി പരിശോധിച്ചാണ് ബ്രഹ്മാവും വിഷ്ണുവും യാത്ര ചെയ്തതും അവസാനം കണ്ടെത്താനാകാതെ മടങ്ങിയതും. പിന്നെ ശിവൻ്റെ മറ്റൊരു ഭാവമാണ് വീരഭദ്രൻ്റേത്. ശിവൻ്റെ ജടയിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. വീരഭദ്രൻ യുദ്ധസമയത്ത് ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു യോദ്ധാവിൻ്റെ രൂപമാണ് വീരഭദ്രനുള്ളത്. ദക്ഷയാഗ സമയത്ത് നമ്മൾ ഈ വീരഭദ്രനെ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ അർദ്ധനാരീശ്വര സങ്കല്പം, പാതിയുടൽ ശിവൻ്റെയും പാതിയുടൽ പാർവതിയുടെയും. നമശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ടപൂർത്തരാഭ്യാം നാഗേന്ദ്രകന്യാ വൃഷകേതനാഭ്യാം നമോ നമ ശങ്കര പാർവതീഭ്യാം എന്നാണ് ഒരു മന്ത്രത്തിൽ ഈ അർദ്ധനാരീശ്വരന്മാരെ സ്തുതിക്കുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു രൂപമുണ്ട്, കിരാതൻ. കിരാതമൂർത്തിയായ ശിവൻ. പല സ്ഥലങ്ങളിലും ഈ കിരാതമൂർത്തിയെ ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കിരാതമൂർത്തി പല ദേവാലയങ്ങളിലെയും പ്രതിഷ്ഠ കിരാതമൂർത്തിയാണ്. കിരാതൻ എന്ന് വെച്ചാൽ നായാടി നായകൻ്റെ രൂപമാണ് കിരാതനിൽ നാം കാണുന്നത്. നായാട്ട് നായകൻ. ശ്രീനാരായണ ഗുരുദേവൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നായാട്ട് നായകൻ എന്നെ തുണയ്ക്കുമല്ലോ എന്നാണ് പറയുന്നത്. നായാട്ട് നായകനാണ് ശിവൻ എന്ന് അദ്ദേഹം ഒരു കീർത്തനത്തിൽ പാടുന്നുണ്ട്. ഈ നായാട്ട് നായകൻ തന്നെയാണ് മുത്തപ്പനായിട്ട് പലപ്പോഴും കാണുന്നത്. മുത്തപ്പനിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മുത്തപ്പ സങ്കല്പവുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ഷേത്രങ്ങളും പള്ളികളുമൊക്കെ നമുക്കുണ്ട്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ നമുക്ക് സുപരിചിതനാണ്. പിന്നെ അതുപോലെ മലയാറ്റൂർ മുത്തപ്പനും നമുക്ക് സുപരിചിതനാണ്. പിന്നെ സദാശിവൻ. സദാശിവൻ 5 തലകളുള്ള ദേവനാണ്. 10 കൈകൾ, 10 ദിക്കുകളെ പ്രതിനിധാനം ചെയ്യുന്ന സദാശിവൻ. പിന്നെ ത്രിപുരന്മാരെ നശിപ്പിച്ച ത്രിപുരാന്തകനായ ശിവൻ. പിന്നെ വിരൂപാക്ഷനായ ശിവൻ, ശംഭുവായ ശിവൻ. ഇങ്ങനെയുള്ള അനേകം രൂപങ്ങൾ ശിവനുണ്ട്. പിന്നെ ബ്രഹ്മ വിഷ്ണു രുദ്ര സങ്കല്പമെല്ലാം തന്നെ ശിവനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുപോലെ ഒരുപാട് ദൈവങ്ങൾ പല പേരുകളിൽ ശിവനിലൂടെ നമുക്ക് കാണാൻ കഴിയും. പല പേരുകളും ഈ ശിവനുമായി ബന്ധപ്പെട്ടതാണ്. അത് ഭാരതത്തിലെ പുരാണങ്ങളിൽ മാത്രമല്ല, ഈജിപ്ഷ്യൻ പുരാണങ്ങളിലും അതുപോലെ ഗ്രീക്ക് പുരാണങ്ങളിലും മറ്റുമുള്ള പല ദേവന്മാരുടെയും ഒറിജിനൽ പേരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശിവവുമായിട്ട് ബന്ധപ്പെട്ട ശൈവവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കാണാവുന്നതാണ്. ഗ്രീക്ക് മിത്തോളജിയൊക്കെ പഠിക്കുന്നവർക്കറിയാൻ പറ്റും, അതിലെ പല പേരുകൾക്കും ശൈവവുമായിട്ട് ഗാഢബന്ധമുണ്ട്. അതുപോലെ ബൈബിളിലെ പല സ്ഥലപ്പേരുകളും നമ്മുടെ കാശ്മീര ദേശത്തെ സ്ഥലങ്ങളിലെ ഈ ശൈവ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പഠനങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് നടന്നതായിട്ട് ഞാൻ വായിക്കേണ്ടായി. കാശ്മീരത്തിലെ പല ശൈവസ്ഥലങ്ങളുടെയും പേരുകൾ ബൈബിളിൽ കാണാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പട്ടിക തന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ്
അനേകമനേകം ശിവസങ്കല്പം. അപ്പോൾ ഏകൻ അനേകനാകുമെന്ന് മാണിക്യർ വാചകർ പറഞ്ഞത് തന്നെയാണ് ഇവിടെ സത്യമായിരിക്കുന്നത്. തിരുവാചകത്തിലെ ഏകൻ അനേകനാകും. ഇത് ശരിക്കും അണ്ഡത്തിലുള്ള ശിവൻ്റെ പല പല ഭാവങ്ങളാണ്. അതായത് പ്രപഞ്ചങ്ങളിലുള്ള ശിവൻ്റെ പല പല ഭാവങ്ങളുണ്ട്. ഇത് വ്യക്തിയിലുമുണ്ട്. ഞാനെന്ന വ്യക്തിയിലും ഈ അനേകമനേകം ശിവന്മാർ കുടികൊള്ളുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്നുണ്ട് ഈ ശിവന്മാർ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ സ്വാധിഷ്ഠാനം. അതായത് 6 ചക്രങ്ങളെപ്പറ്റി ഇതിനു മുമ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അതിലെ സ്വാധിഷ്ഠാന ചക്രം, അതായത് മൂലാധാരം, പിന്നെ സ്വാധിഷ്ഠാനം, മണിപൂരകം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. അതിലെ ഏറ്റവും അടിയിലുള്ള ചക്രമാണ് മൂലാധാരം. മൂലാധാരത്തിൽ ഗണപതിയാണ് കുടികൊള്ളുന്നത്. ഗണപതി എന്ന പേരിലുള്ള ശിവസങ്കല്പമാണ്. നാം ഗണപതിയെ ശിവൻ്റെ മകനായിട്ടാണ് കരുതുന്നത്. പിന്നെ സ്വാധിഷ്ഠാനത്തിൽ ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്നു. മണിപൂരകത്തിൽ വിഷ്ണു സ്ഥിതി ചെയ്യുന്നു. അനാഹതത്തിൽ രുദ്രൻ കുടികൊള്ളുന്നു. വിശുദ്ധി ചക്രത്തിൽ സദാശിവൻ കുടികൊള്ളുന്നു. ആജ്ഞാചക്രത്തിൽ മഹാദേവൻ കുടികൊള്ളുന്നു. സഹസ്രാരത്തിൽ ശിവബ്രഹ്മം തന്നെ കുടികൊള്ളുന്നു. ഇതാണ് നമ്മുടെ ശരീരത്തിലെ അനേകമനേകം ശിവന്മാരുടെ അവസ്ഥാവിശേഷം. ഈ 7 ചക്രങ്ങൾ, ഈ ഷഡ്ചക്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ശിവൻ്റെ പല പല ഭാവങ്ങളാണ്. ഈ ഭാവങ്ങളെയെല്ലാം തന്നെ ഉണർത്താൻ കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തായി തീരാൻ പറ്റും? ശിവബ്രഹ്മമായി മാറാൻ കഴിയും. അപ്പോൾ ഒരു വ്യക്തിക്ക്, ഞാനെന്ന വ്യക്തിക്ക് ശിവബ്രഹ്മമാകണമെങ്കിൽ ഈ പല പല ശിവഭാവങ്ങളിലൂടെ കടന്നു പോയാൽ മതി. അതാണ് സാധനയുടെ പ്രത്യേകത. ഈ അരുൾപ്പെരും ജ്യോതിയുടെ പ്രാർത്ഥനയിലൂടെ, ഈ മഹാമന്ത്രജപ സാധനയിലൂടെ നാം എന്താണ്, ഗണപതിയിൽ നിന്ന് ശിവബ്രഹ്മത്തിലേക്കുള്ള ആ ഉയർച്ചയാണ്, വികാസമാണ് നാം നമ്മുടെ വ്യക്തി ജീവിതത്തിലെ, ആത്മീയ ജീവിതത്തിൽ അനുഭവപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിലെ പല പല പടവുകളിലാണ് ഈ ശിവഭാവങ്ങൾ കുടികൊള്ളുന്നത്. അത് മൂലാധാരത്തിലാണെങ്കിൽ ഗണപതിയാണ്, സ്വാധിഷ്ഠാനത്തിലാണെങ്കിൽ ബ്രഹ്മാവാണ്. ഇങ്ങനെ പല പല പടവുകളിലായി ഈ പല പല ശിവസങ്കല്പങ്ങൾ നിലകൊള്ളുന്നു. ഏകം അനേകമായി തീരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതാണ് ഈ പരഞ്ജ്യോതിയിൽ വള്ളലാർ സ്വാമികൾ വിവരിക്കുന്നത്. ഏകം അനേകം എനപ്പകർ വെളിയനും ആഗമച്ചിത്സഭൈ അരുൾപ്പെരും ജ്യോതി. ആഗമങ്ങളാകത ചിത്സഭയിലെ അരുൾപ്പെരും ജ്യോതിയാണ് ഈ ഏക അനേക ശിവ സങ്കല്പം എന്നാണ് പറയുന്നത്. അപ്പോൾ അരുൾപ്പെരും ജ്യോതി എന്ന് പറയുന്നത് എല്ലാ ശിവന്മാരെയും ഒന്നിച്ചുൾക്കൊള്ളുന്ന ഏകമായ പരമജ്യോതിയാണ്. ഈ അരുൾപ്പെരും ജ്യോതിയെ സാധന ചെയ്യുമ്പോൾ, ഈ അരുൾപ്പെരും ജ്യോതിയെ നാം നമ്മുടെ ഭ്രൂമധ്യത്തിലെ ആജ്ഞാചക്രത്തിലെ തിരുവോളിയായി ദർശിക്കുമ്പോൾ നമ്മുടെ 3-ാം കണ്ണ് തുറക്കുകയും നാം സാക്ഷാൽ ശിവോളിയായി, ശിവബ്രഹ്മമായി തീരുകയും ചെയ്യുന്ന അത്ഭുതകരമായ ഒരു ശിവ സായുജ്യത്തിലേക്കാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓം ശിവായ നമഃ.